മലപ്പുറം ആർടി ഓഫീസിൽ പരിശോധന. വാഹനങ്ങളുടെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച പരിശോധനയാണ് നടക്കുന്നത്. തിരൂർ സബ് ആർടി ഓഫീസിലെ ക്രമക്കേടിന് പിന്നാലെയാണ് റെയ്ഡ്. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവന്റെ നേതൃത്വത്തിലാണ് പരിശോധന. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, തുടരുന്ന പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? സുഹൈല്, ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മലപ്പുറം ആർടി ഓഫീസിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ ഏതാണ്ട് 11 മണിയോടുകൂടി എത്തി പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംഘം പ്രധാനമായും ഈ ടാക്സുമായി ബന്ധപ്പെട്ട രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തിരൂർ ആർടി ഓഫീസിൽ, സബ് ആർടി ഓഫീസിൽ ഇത്തരത്തിൽ പരിശോധന നടന്നിരുന്നു. ഇവിടെ ഈ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആർടി ഓഫീസിലെ ചില ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ മലപ്പുറം ഓഫീസിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മലപ്പുറത്ത് വിവിധ സബ് ആർടി ഓഫീസുകളിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന. സുഹൈൽ, വ്യക്തതയ്ക്ക് ചോദിക്കട്ടെ, ടാക്സ് വെട്ടിപ്പ് എന്ന് സംബന്ധിച്ച് എന്താണ്? അതായത് വാഹനങ്ങൾക്ക് ഉടമകൾ ടാക്സ് നൽകിയില്ല, അതിലുള്ള വെട്ടിപ്പാണോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടെ വെട്ടിപ്പ് നടത്തിയെന്നാണോ? അതിലൊരു വ്യക്തതയുണ്ടോ? സുഹൈല്, നിലവിൽ ഈ വാഹനങ്ങളുടെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ചില വാഹനങ്ങളുടെ ടാക്സ് അടക്കാത്ത വാഹനങ്ങൾക്ക് ടാക്സ് അടച്ചതായുള്ള രേഖകൾ ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിന് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ രേഖകൾ ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു തിരൂർ സബ് ആർടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിരവധി ഉദ്യോഗസ്ഥരെ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് മലപ്പുറം ആർടി ഓഫീസിലും നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ ഓഫീസുകൾ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. സുഹൈൽ, ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ഖജനാവിലെത്തേണ്ട പണം സ്വന്തം പോക്കറ്റിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കുന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് തുടരുന്നത്.